ഹായ് ഗായ്സ്, വെൽക്കം ടു സ്കൈ ഡ്രീംസ് വൺസ് അപ്പോൺ എ ടൈം. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റ ഐ ഡി കയറി സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക എന്തായാലും എല്ലാവരും മറക്കരുത്. എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. നമ്മുടെ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നു ഒരു സ്ത്രീയും പുരുഷനും കാർ ഓടിച്ച് വരാണ്. എന്തോ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള വരവാണെന്ന് അവരെ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സമയം ഏകദേശം 11 ആയിട്ടുണ്ടാക്കും. ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാണ് അവർ സഞ്ചരിക്കുന്ന കാറാണെങ്കിൽ സ്റ്റോപ്പ് ആക്കുന്നത്. ചുറ്റാണെങ്കിൽ ആളും അനക്കവും ഇല്ലാത്തൊരു മുതുക്കൻ കാട്. അതിൻ്റെ ഒരു വശത്തു കൂടിയാണ് ഈ റോഡ് പോകുന്നത്. ആ കാറിലുള്ള 2 പേര് ഇറങ്ങിയിട്ടാണെങ്കിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആള് നോക്കിയിട്ടാണെങ്കിൽ പ്രത്യേകിച്ചൊരു തകരാറൊന്നും കാറിന് കാണുന്നില്ല. ഈ ഒരു കാറിലുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഫോണിലാണെങ്കിൽ റേഞ്ചും പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ചുറ്റും ബന്ധപ്പെടാൻ പോലും ആൾക്കാരില്ലാത്തൊരു വിജനമായൊരു സ്ഥലമാണ് അവർ നിൽക്കുന്നത്. ടൗണിൽ എത്താനാണെങ്കിൽ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഒരു 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും ഇന്ന് ടൗണിലെത്താൻ. സോ ഒരു വഴിയില്ലാതെ അവരാണെങ്കിൽ കാറിൽ തന്നെ ഇരുന്നു. ചുറ്റിലും എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലായി, അല്ലെങ്കിൽ രാവിലെ ആകുന്നത് വരെ തന്നെ ഇവരെ കാറിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും ഇന്നത്തൊരുതിൻ്റെ. വൈഫാണെങ്കിൽ ചെറിയൊരു മയക്കത്തിൽ പെട്ടിരുന്നു. പെട്ടെന്നാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലെ കേട്ടിട്ട് വൈഫ് ഉണർന്നത്. അതും അത്ര അടുത്തായിട്ടാണ് കുഞ്ഞ് കരയുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. അവളാണെങ്കിൽ ഹസ്ബൻഡെ തട്ടി വിളർത്തി ഉണർത്തുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടു എന്ന് വൈഫ് ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ഇരുവരും ഫോണിൻ്റെ വെട്ടം വെച്ചിട്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഒരു നീല കണ്ണുള്ള കൊച്ച്, ഒരു കുഞ്ഞു വയറ്റ് തുണി കൊണ്ടാണെങ്കിൽ ആ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ ഒരു കുഞ്ഞു കൊച്ചിനെ കാണപ്പെടുന്നുണ്ട്. ഭാര്യ അണിഞ്ഞ് ഓടിപ്പോയി അവനെ വാരിയെടുക്കുന്നുണ്ടായിരുന്നു. കാട്ടിൽ ഒരുപാട് നേരം നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ കാർ ലക്ഷ്യമാക്കി നടന്നു. കാറിൽ കയറിയതിന് ശേഷമാണ് അവർ കുഞ്ഞിനെ ശരിക്കും നോക്കുന്നത്. കുഞ്ഞിൻ്റെ കഴുത്തിലാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പണി കഴിച്ചിട്ടുള്ള ഒരു മാല ഉണ്ടായിരുന്നു. നമുക്കിനി ഈ വൈഫിനെ എന്തായാലും നമുക്ക് ജെന്നിഫർ എന്ന് വിളിക്കാം. ഹസ്ബൻഡിനെ നമുക്ക് മാഹി എന്ന് വിളിക്കാം. ജെന്നിഫർ, നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി നേരം ഒന്നും കാറിലിരിക്കാൻ കഴിയത്തില്ല. ഒരുപാട് വന്യജീവികളുള്ള കാടാണ്. അപ്പം അത്ര നേരം കുഞ്ഞിനെ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞിതാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ ആള് പറയുന്നുണ്ടായിരുന്നു മഹി. അപ്പം മഹി ആണെങ്കിൽ പെട്ടെന്ന് ജെന്നിഫറിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ജെന്നിഫർ, നമുക്ക് എന്തായാലും ഈ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി നേരം കാറിലിരിക്കാൻ പറ്റത്തില്ല. നേരം ഒരുപാട് ഇരുട്ടി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് വന്യമൃഗങ്ങൾ എന്തായാലും വന്നാലോ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം കാറിലിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജെന്നിഫർ അത് ശരിയാണെന്ന് വെച്ചിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹി ആണെങ്കിൽ കാറ് ചേക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ജെന്നിഫർ മഹിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മഹിയേട്ടോ ഒന്നുകൂടെ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നോക്ക്. അപ്പോൾ പുള്ളിയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് 1-2 വട്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. 3-ാമത്തെ വട്ടം ചെയ്തപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് നിന്ന് നമുക്ക് പോകാമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇത്ര നാളും കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് ആരും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ 2 പേരും കുഞ്ഞിനെടുത്ത് വളർത്താൻ അവർ തീരുമാനിച്ചു. അവരുടെ സ്വന്തം മകനായിട്ട് അവനെ വളർത്താൻ തുടങ്ങി. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുണ്ടാക്കില്ലെന്ന് ഒരുപാട് ഡോക്ടേഴ്സ് അത്രയും ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ജെന്നിഫർ പ്രഗ്നൻ്റ് ആയി. സന്തോഷം അടക്കാൻ കഴിയുന്നതിൽ കൂടുതലായിരുന്നു അവർക്ക്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായി എന്ന് കരുതിയിട്ട് ജെന്നിഫറിനാണെങ്കിൽ മൂത്ത മകനോടുള്ള സ്നേഹം ഒരളവിലും കുറവുണ്ടായിട്ടില്ല. അവൻ്റെ അനിയത്തിനെയും നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ അനിയത്തി മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു അനിയനെ കൊണ്ടുണ്ടായിരുന്നു. ആ ഒരു പ്രസവത്തിലാണെങ്കിൽ 2 കുട്ടികളാണ് ഉണ്ടായത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യപ്പോൾ ഒത്തിരി വലുതായിട്ടുണ്ട്. അവനിപ്പോൾ ഒരു കോളേജിൽ MBBS ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലം മുതലേ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു ഹാർട്ട് സർജനായി മാറുന്നത്. എടാ ആദ്യം നീ വരുന്നില്ലേ? അതാ വരുന്നു. അങ്ങനെ ഡോക്ടറുടെ കോട്ടൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട്സിനൊപ്പം ക്ലാസ്സിലേക്ക് ഓടുന്ന ഓട്ടാണ് ഇതേ ഇപ്പോൾ കാണുന്നത്. ആദ്യം എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ അവിടെ പഠിപ്പിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം അവർ ഏറ്റവും കൂടുതൽ കണ്ട സ്റ്റുഡൻസിൽ മോസ്റ്റ് ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റുഡൻ്റാണ് നമ്മുടെ ആദ്യം. അവൻ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അവൻ അത്രയ്ക്കും ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റൽ തിരക്കൊക്കെ കഴിഞ്ഞ് ആദ്യവും ആദ്യം ഫ്രണ്ട്സും കൂടെ ക്യാൻറ്റീനിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജയ്, നീ ഡോക്ടർ അജിത് സാറിൻ്റെ അസൈൻമെൻറ്റ് ചെയ്തു വെച്ചോ? ഇല്ലടാ. എന്തോരാ ചെയ്യാനുള്ളത്? എത്ര കാലത്ത് മുന്നത്തെ പേഷ്യൻസിൻ്റെ റിസൾട്ട് അടക്കമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എനിക്കാണെങ്കിൽ നല്ല മടി പിടിച്ചിട്ട് വയ്യ. എടാ 3 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യാനാ പറഞ്ഞത്. ജാനു നീ ചെയ്തോ? ഓ, എനിക്ക് ഇനി ആകപ്പാടെ 2 പേജോ 1 പേജ് അങ്ങോട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വയ്ക്കും. ഡാ നീയോ?
ആദ്യമാണെങ്കിൽ ഏതൊരു പേഷ്യൻസിന്റെ പേപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാ, ആ ഞാനിന്ന് മോർണിംഗ് സബ്മിറ്റ് ചെയ്ത് വെച്ചല്ലോ. എടാ എന്തുവാടാ, നീ ഒന്ന് ഇത്ര ഫാസ്റ്റ് ആവല്ലേ. എടാ പിന്നീടേക്ക് മാറ്റി വെച്ചാൽ അതൊരു ഏറ്റവും വലിയ പണിക്കെട്ടായിരിക്കും. എടാ നീക്ക് എന്താ, ഒന്ന് റെസ്റ്റ് എടുക്കാനല്ലേ ഇങ്ങോട്ട് കയറി വന്നത്, എന്നിട്ട് ഇപ്പോഴും വർക്കിലാണോ? എൻ്റെ പൊന്നു പറഞ്ഞ് എന്നെ വിട്ടേക്ക്, നാളെ സർജറി ഉള്ളതാ. പേഷ്യൻസിൻ്റെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ്, ആൾക്ക് ഹെൽത്ത് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തില്ലെങ്കിൽ സർജറിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. ആദ്യമാണെങ്കിൽ ടൈം നോക്കുന്നുണ്ടായിരുന്നു. സമയത്തെ 2 മണി ആയിട്ടുണ്ട്. വേഗം വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ളവരൊക്കെ ചെന്നു, അല്ലെങ്കിൽ ഡോക്ടർ സാർ എന്തായാലും നിങ്ങളെ കയറി ഒട്ടിക്കും. അയ്യോ അതാ ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ഡാഡാ ചെയ്യും ഞാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു പിന്നാലേക്ക് ഓടുന്നുണ്ടായിരുന്നു. നീ പോണില്ലേ? ആ ഞാൻ പോവാ. ഇനിയിപ്പോൾ ഓടം തൊട്ടോടുന്നത് കാര്യം, നീ ഇതിവിടെ തന്നെ ഇരുന്ന് വീഴും കേട്ടാ. ഓ മാഡം. പെട്ടെന്നാണെങ്കിൽ പോയും ചെയ്യുകയാണെങ്കിൽ ഓടി തന്നിട്ട് ആദ്യനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആദ്യം നീ വേഗം വായോ, ക്രിറ്റിക്കലായിട്ട് ഒരു പേഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ ഡ്യൂട്ടിക്കുള്ള ഡോക്ടർ രാമദാസ് അദ്ദേഹം വന്നിട്ടില്ല. ഇനിയിപ്പോൾ അദ്ദേഹം മോർണിംഗ് ലീവാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാരണം ഫ്ലോറിൽ ഡ്യൂട്ടിയിൽ ആരുമില്ല. ഇത് കേട്ടതും ഉടനെ തന്നെ ആദ്യം എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ആദ്യം ചെക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു പേഷ്യൻറ്റിന്. ഡോക്ടർ ജെ ഇദ്ദേഹത്തെ ഉടനെ തന്നെ ഐസിയിൽ കയറ്റണം. ആദ്യമാണ് ഹെഡിൽ ചെറുതായിട്ടൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. സിസ്റ്റർ പേഷ്യൻറ്റിൻ്റെ കൂടെ ആരാ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറിക്കുള്ള എല്ലാ ഫോമും ഫിൽ ചെയ്തിട്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചോളൂ. പിന്നെ സിസ്റ്റർ ക്ലറ 3rd ഫ്ലോറിൽ പോയിട്ട് ഡോക്ടർ തോമസ് ഉടനെ തന്നെ സർജറി റൂമിലേക്ക് വരാൻ പറയണം. പിന്നെ ഇതൊക്കെ ശരി. ഓക്കെ വേഗം തന്നെ പേഷ്യൻസിനെ ഇതിലേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യമാണ് ഇതെടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സിനെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ടൈമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് സർജറി കഴിഞ്ഞ് വരുന്ന ആദ്യം. ഡോക്ടർ പേടിക്കേണ്ട, സർജറിക്ക് സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ട്. കുറച്ചു നേരം മയക്കത്തിലായിരിക്കും, റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കയറി കണ്ടേക്കും. താങ്ക് യു ഡോക്ടർ. ആദ്യമാണെങ്കിൽ ചെറിയ ചിരിയോടെ ആണെങ്കിൽ തലകുനിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. രാമദാസ് ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ വേഗം കാണാൻ പറഞ്ഞു. ഓക്കെ ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ ഡോക്ടർ രാമദാസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. മൈ കമിൻ ഡോക്ടർ? ആ ഡോക്ടർ ആദിത്യൻ. ക്രിറ്റിക്കലായിട്ടുള്ള സർജറി ആയിരുന്നു അത്. ഡോക്ടർ തോമസിൻ്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു ഡോക്ടർ. ആ ആദ്യം നീ എവിടെ ഉണ്ടായിരുന്ന? ഡോക്ടർ ആദ്യമില്ലായിരുന്നെങ്കിൽ ഈ ഒരു സർജറി ഇത്രയും സക്സസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിലെ പേര് തന്നെ ഒന്ന് ഉയർത്തി. എൻ്റെ നേതൃത്വത്തിലല്ല ഡോക്ടർ ചെയ്തത്, ഡോക്ടർ ആദ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും നിന്ന് ചെയ്തത്. എൻ്റെ ലൈഫിൽ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സർജറി ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു ഡോക്ടർ. പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടർ ആദ്യത്തിൻ്റെ കൂടെയാണ്. ഇത്രയും യങ് പ്രായത്തിൽ ഇദ്ദേഹം സർജറി ചെയ്യുന്നുണ്ടല്ലോ. സോ അമേസിങ്, ഐ എം പ്രൗഡ് ഓഫ് യു. ആ ഒരു ഒറ്റ സർജറി കൊണ്ട് നമ്മുടെ ഡോക്ടർ ആദിത്യനാണെങ്കിൽ അത്രയ്ക്കും ഫേമസ് ആയ ഒരു സർജനായി മാറി. വർഷങ്ങൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞു. ലണ്ടനിലെ തന്നെ വമ്പൻ ഫാമിലിമാര് സർജറി നടത്തുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന്, അതുപോലെ തന്നെ വേണമെങ്കിൽ കോടികളും ചെലവഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർജറി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ ഫാമിലീസുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ആദ്യമാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ സർജൻ ആയതുകൊണ്ട് അതിന്റെ അഹങ്കാരം ഒന്നും പുള്ളിക്കില്ല കേട്ടോ. ക്യാഷുള്ള എല്ലാ ഫാമിലികൾക്കും മാത്രമേ സർജറി ചെയ്ത് കൊടുക്കൂ എന്നൊന്നുമില്ല. എല്ലാവർക്കും നല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ആദ്യം. ന്യൂ സ്റ്റുഡൻസിനാണെങ്കിൽ ഈ സർജറി ക്ലാസ്സുകളും അതുപോലെ തന്നെ ചൈൽഡ് ഓർഫനേജിലുള്ള പിള്ളേർക്കാണെങ്കിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യമാണെങ്കിൽ ഈ പിള്ളേർ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർഫനേജിൽ പോയി അവരൊപ്പം ചിലവഴിക്കാൻ ഒരുപാട് സമയം കണ്ടെത്താറുമുണ്ട്. അച്ഛൻ സമ്പാദിച്ചതിൽ കൂടുതൽ മകൻ ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട്. ലണ്ടനിൽ തന്നെ ഏറ്റവും വലിയ തിരക്കുള്ള ഡോക്ടറാണ് നമ്മുടെ ആദ്യം. സ്വന്തമായി ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാള്, ഹോസ്പിറ്റൽസ്, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മുൻപായിരുന്നു നമ്മുടെ ഡോക്ടർ ആയിട്ടിൻ്റെ വളർച്ച. പിന്നീട് ലീവ് എടുത്തിട്ട് കുറേ ഒന്ന് കറങ്ങി അനിയനും അനിയത്തിയും കൂടെ. ചേട്ടാ ഈ അമ്മയ്ക്ക് നമ്മളോട് ഒട്ടും സ്നേഹമില്ല കേട്ടോ, പ്രത്യേകിച്ച് എന്നോട്. അതെന്താടി? ക്ലാസ്സിലാണെന്ന് എന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, എന്തു പറഞ്ഞാലും എനിക്ക് മൊത്തം ചീത്തയുള്ളൂ. ഓ എന്തായിട്ടൊന്നും മിണ്ടാട്ടെ? ഹിജെന്തേലും വിളിച്ചു പറ, ഞാൻ ചെയ്യാനാ? ഹിജെന്തേലും ഒപ്പിച്ച് കാണും, ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല കേട്ടാ. തേങ്ങ കൊല്ല, നീ ഒന്നും മിണ്ടായിരുന്നു. ഐസ്ക്രീം വേഗം കഴിക്കും, നീ അത് തണുത്ത് പോയോ അലിയണ്ട. ഇപ്പം നമ്മൾ ഷോപ്പിംഗ് മാളിലുള്ളത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചു രണ്ടാളും. ആ രണ്ടുപേരും സാധനങ്ങൾ വാങ്ങാനായിട്ട് ഓടി. ആദ്യമാണെങ്കിൽ ഈ ഡ്രോയിങ് സെക്ഷനൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഒരു പെൺകുട്ടി അവൻ്റെ കണ്ണിൽ ഉടക്കുന്നത്.
ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് അവരാണെങ്കിൽ അവളെ പുറകെ നടന്നു. അപ്പോഴേക്കും എന്താണ്ടാ ചെറുക്കൻ മുന്നിൽ കയറി നിന്നു. ചേട്ടാ ഇനി ഇത് മതി, ആ എടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ഒരു മിന്നായം പോലെ അവളുടെ കണ്ണുകളും അതുപോലെ തന്നെ നല്ലൊരു ചിരിയും അവൻ്റെ ഹൃദയത്തിലാണ് ഓടിക്കേറിയതെന്ന് പറയാം. അടുത്ത ഡേ ഹോസ്പിറ്റലിൽ പോയി ഇരുന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ഇത് എന്നെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രയാടുമേറിയ ചിന്തയിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരി നീ എന്തു പോകാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നില്ലടാ, എന്തോ ഉണ്ട് സത്യം പേഷ്. അതെ, അത് ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിനെ കണ്ട്. കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, ഒരു വിനായം പോലെ കണ്ടായിരുന്നു. അവളുടെ ചിരിയും കണ്ട് ഞാൻ നല്ല എവിടെയോ കണ്ടു വെച്ചിട്ടുണ്ട്. ആദി ഇത് ഡോക്ടർ എടുത്ത് വിളിക്കുന്നുണ്ട്. എന്തിനാ? അതൊന്നും എനിക്കറിഞ്ഞല്ലോ, സബ്മിറ്റ് ചെയ്യാൻ എന്തോ കാര്യമെന്ന് മനസ്സിലായി, നിന്നെ കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരണാണെങ്കിൽ വേഗം ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തിരക്കിൽ ആ ഒരു ടോപ്പിക് അവിടെ നിന്നു. പിന്നീട് നൈറ്റ്. ഇന്ന് ആർക്കാ നൈറ്റ് ഡ്യൂട്ടി? ഞാനാടാ. നന്നായി, ഇന്ന് ഉറങ്ങി എന്തായാലും ചീത്ത വാങ്ങിക്കാൻ നിൽക്കണ്ട, ഓടാതേണ്ടി. അത് നില കെട്ടിയോ? കെട്ടുമ്പോൾ ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ആക്കി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ തമാശയും പറഞ്ഞിട്ട് ഇവരിറങ്ങി. പെട്ടെന്നാണ് നമ്മുടെ കാറി കയറി ആദ്യക്ക് കോള് വരുന്നത്. എന്താ അമ്മ? മോനെ നീ വരുമ്പോൾ സാനിറ്ററി പാഡ് ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? കുറച്ച് നേരത്തൊന്നും പറയാറില്ല അമ്മ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ഇറങ്ങിയുള്ളൂ, അവിടുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങായിരുന്നു. സാരില്ല, അമ്മ ഒന്ന് വെക്ക്, എന്തായാലും ഇവിടെ അടുത്തൊരു ഫാർമസി ഉണ്ട്, ഞാൻ എന്തായാലും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ ചേട്ടാ ഇത് എത്രയും വില ഇതിനൊക്കെ? ചേട്ടാ 5 പാക്കറ്റ് സാനിറ്ററി പാഡ്, പിന്നെ 2 പാക്കറ്റ് വലുതെടുത്തോളാം കേട്ടോ, ബാക്കിയൊക്കെ ചെറുത് മതി. ഇത് പറയുമ്പോൾ അടുത്തുള്ള പെൺകുട്ടിയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇക്കാലത്തും ബോയ്സ് ഒക്കെ വാങ്ങൂല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ തിരിഞ്ഞു നോക്കി. മീര. അവനവളുടെ പേര് ഉച്ചരിച്ചത് മനസ്സിലാണെങ്കിലും പതിയെ ശബ്ദം പുറത്തോട്ട് വന്നിരുന്നു. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പേരറിയാം. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ക്യാഷ് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആദ്യം. ബാക്കിയാണെങ്കിൽ വാങ്ങാണ്ട് പുള്ളിക്കാരനാണെങ്കിൽ കാറിലേക്ക് ഒറ്റ ഓടി. ചേട്ടാ അത് ആരത്? മോൾക്ക് അറിയത്തില്ലേ? ഇവിടുത്തെ ഫേമസ് സർജനാ. അവളാണ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇയാൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആദ്യമാണെങ്കിൽ കാറ് കയറിക്കുക, പിന്നെ അവളെ മീരാന്ന് വിളിച്ചേ. അവളെ നോക്കിയപ്പോ ഞാനെന്തിനാ കരഞ്ഞേ എന്നൊക്കെ സ്വയം കിടന്ന് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി. എന്നാലും ഞാനെന്തിനാ അവളുടെ പേര് വിളിച്ച് പറഞ്ഞു? എനിക്കാണെങ്കിൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ, കൺഫ്യൂഷൻ അടിച്ചിട്ട് നമ്മുടെ ആദ്യം ക്രിക്കടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അവിടെ വല്ല എൻ്റെ പേഷ്യൻസിൻ്റെ വില ആരുടെയെങ്കിലും ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിറുപിറുത്തിട്ടാണ് നമ്മുടെ ആദ്യം ഇങ്ങനെ ഹാളിലേക്ക് കയറി വരുന്നത്. അപ്പം അച്ഛനാണെങ്കിൽ ബുക്കും വായിച്ചിട്ട് ഇവനെന്തോ കൊലക്കിയാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അനിയനാണെങ്കിൽ ക്ലാസ് ട്രിപ്പിന് പോയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആദ്യത്തെ കൂടെ വന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോയി. ആ പോയ സ്പീഡിൽ വേഗം തന്നെ ഇറങ്ങി വന്നിട്ട് കിച്ചു നോക്കട്ടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വാങ്ങുന്നുണ്ടായിരുന്നു. വീരനെ ചൂണ്ടി കാണിച്ചിട്ട് ഇവള് നിൻ്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതെ. ചേട്ടനറിയോ? എനിക്കിവളെങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ നിനക്കെങ്ങനെ അവളെ അറിയാം? നമ്മുടെ ആദ്യമാണെങ്കിൽ ഒന്ന് തട്ടി കളിച്ചുകൊണ്ട് എന്തൊക്കെയോ വെച്ച് കീച്ചാനുള്ള രീതിക്ക് നിൽക്കുന്നു. അത് അമ്മേ, അതെനിക്കിപ്പോഴും ഓർമ്മ. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ സിസ്റ്ററാ. അതിന് നിനക്കെവിടെ ക്ലയൻറ്റ്? നീ എന്നെ കമ്പനിയിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അമ്മ ക്ലയൻ്റ് അല്ല, അയ്യോ പേഷ്യൻറ്റിൻ്റെ സിസ്റ്ററാ. പിന്നെ അമ്മ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണെങ്കിൽ റൂമിലേക്ക് ഓടിക്കയറുന്നുണ്ടായിരുന്നു. റൂമിൽ കയറി വന്ന ഹാരി, അല്ലപ്പാ ഞാനെന്തിനിപ്പോൾ തട്ടിയും തെളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്കവളെ അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ പോലെ ഞാൻ എന്തിനീ കള്ളം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ തലയെ പരുത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന നേരത്താണെങ്കിൽ അവനൊരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വേഗം എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്നു. ഈ ചർച്ച് എന്താ കൊല്ലം കുറേയല്ലേ ഞാനത് കാണുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമാണെങ്കിൽ ഇങ്ങനെ പെറുപിറുത്തോണ്ടിരിക്കുകയാണ്. എൻ്റെ ഉറക്കം പോയി, ഇനി ആ ചർച്ച കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്തൊട്ട് പറഞ്ഞ് ഗൂഗിൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ അറിയുന്നില്ല. എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് അടങ്ങും എന്നുള്ള ധൃതിയിൽ അവൻ നിൽക്കുന്നത്. അങ്ങനെ അവൻ ഉറക്കം വെച്ചിട്ട് ആ ഒരു ചർച്ചിൻ്റെ പിക്ചർ ഏകദേശം അവൻ വരച്ചെടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഗൂഗിളിൽ ചെന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഫോട്ടോ സെർച്ച് ചെയ്യാനുള്ളത്, അത് വെച്ചിട്ട് നമ്മുടെ ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ചെറിയൊരു സാമ്യമുള്ള ഒരു ഏകദേശ രൂപം കിട്ടുന്ന ഒരു ചർച്ച് കിട്ടി. അത് ലണ്ടനിലെ ഏതൊരു സ്ഥലത്താണ്, ഏറ്റവും ഉൾവലിഞ്ഞൊരു സ്ഥലത്താണ് ഇത് കാണപ്പെടുന്നത്. ഒരു പുരാതനമായിട്ടുള്ള ചർച്ചാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ മോർണിംഗ് എണീറ്റു. അങ്ങനെ മോർണിംഗ് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നിരുന്നു. ആദ്യയുടെ കൊലം കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, ആദി നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ലച്ചാ. എന്താ പറ്റിയേ? ഒന്നും പറയണ്ട അച്ഛൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ചർച്ചിൻ്റെ സ്വപ്നമില്ലേ, ഇന്നലെ അത് കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റു. മോനെ നീ അത് വീണ്ടും കണ്ട? നീ അതൊന്ന് ഓർത്ത് തലപേര് കണ്ട കേട്ടോ. അതിന് നീ ചിന്തിക്കാനേ പോകണ്ട, അത് നീ എന്തായാലും വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അമ്മാക്ക് ധൃതി പിടിച്ചിട്ട് പേടിച്ചിട്ട് വെപ്രാളത്തിലാണ് അമ്മ ആദ്യയുടെ അടുത്തൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് പോകാറായില്ലേ? അതെ പോവാൻ നിൽക്കുക, രണ്ടും വന്നേ പോവാന്ന് പറഞ്ഞിട്ട് അമ്മേനെ അവിടെ നിന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛാ എന്തിനമ്മ ഇത്രത്തോളം വെപ്രാളപ്പെടുന്നത്? അമ്മയ്ക്ക് എന്തോ പേടിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ സംഭവം? ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഒരു ചർച്ചയായിട്ട്? ഇന്ന് ഞാൻ ആ സ്വപ്നം കാണുമ്പോൾ അമ്മ ഇപ്പോഴും എന്നോട് പേടിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാറ്. എന്ത് സംഭവം എൻ്റെ അച്ഛാ? അത് വഴിയേ നിനക്ക് മനസ്സിലാവും. സത്യം എത്ര മൂടി വയ്ക്കാൻ നോക്കിയാലും അതെന്തായാലും സത്യം പുറത്ത് വന്നിരിക്കും. അപ്പം നിനക്കെല്ലാം മനസ്സിലാവും അമ്മ എന്തിനാ എത്രത്തോളം ഭയപ്പെട്ടേന്ന്. ആദ്യം ചെറുതായിട്ട് തല ആട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. ശരി അച്ഛൻ, ഞാൻ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് അധികം ബിസിനസ്സിലേക്ക് അങ്ങനെ കമ്പനിക്കൊന്നും പോകുന്ന വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാണ് അച്ഛൻ ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ആദ്യമാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ ആ ഒരു ചർച്ചിനെ പറ്റിയാണ് ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ ചർച്ചിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇരുന്നിടത്ത് നിന്ന് ആദ്യമാണെങ്കിൽ പെട്ടെന്ന് കാണാതായി. എവിടെ ഈ ജാനു എവിടെ? ഇപ്പം ഞാൻ കുറച്ചെടുത്ത് ഇവൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പോയേടി, അവൻ വന്നിട്ടുണ്ടാവില്ല, സമയം എത്ര ലൈറ്റുള്ളൂ. ഒന്നാലും അവൻ എവിടെ ഉണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് എവിടേക്കോ പോയെന്ന് പറഞ്ഞിട്ട് ജാനു ആണെങ്കിൽ കിളിയടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലടാ, ഞാൻ ഇപ്പം തന്നെ ആദ്യം എടുത്ത് സംസാരിച്ചുള്ളൂ. നീയാണെങ്കിൽ ഉറക്കത്തിൻ്റെ വല്ല പ്രോബ്ലം ആയിരിക്കും, പോയി വല്ല കോഫി എടുത്ത് കുടിക്കടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരെണ്ണാണെങ്കിൽ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഈ സമയം ആദ്യമാണെങ്കിൽ എത്തിയത് ആ ഒരു ചർച്ചിൻ്റെ ഉള്ളിലായിരുന്നു. ഗൂഗിളിൽ കണ്ട ആ ഒരു പഴയ കെട്ടിടം പോലെ ആയിരുന്നില്ലായിരുന്നു അവിടെ. ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച പോലെയായിരുന്നു ആ ഒരു ചർച്ച് ആദ്യം കണ്ടത്. ഒരു സെക്കൻഡ് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചർച്ചിലേക്ക് എത്തിയത് അവന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. ചുറ്റാണെങ്കിൽ അവൻ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതിനു മുൻപ് ആ ഒരു ചർച്ചിൻ്റെ വന്നതുപോലെ അവനൊരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ ആ ഒരു പുസ്തകം കണ്ടത്. അവൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചതിന് ശേഷം അവൻ്റെ ഹാർട്ടാണെങ്കിൽ ആ കൈ കൊണ്ട് നല്ല രീതിക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു. പെയിനായിട്ട് അത്ര നല്ല പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കണ്ണാണെങ്കിൽ അവൻ അത്രയ്ക്ക് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദി നീ എവിടെയായിരുന്നു? എന്താ പറ്റിയേ? ആദ്യമാണെങ്കിൽ കണ്ണ് തുറന്ന് കാണുന്നത് ജാനുവിനെയായിരുന്നു. ജാനുവിനെ അവൻ വേഗം ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എടാ നിനക്ക് എന്താ പറ്റി? ഹാർട്ട് പെയിൻ എടുക്കുന്നുണ്ട്, വാ ഹോസ്പിറ്റലിൽ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവളാണിങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. ഇത് കേട്ടത് ആദ്യമാണെങ്കിൽ ചിരിച്ചിട്ട് പറഞ്ഞു, ഇടി പൊട്ടി, ഇത് തന്നെയല്ലോ ഹോസ്പിറ്റല്. അതിപ്പോൾ പെട്ടെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവളാണ് ആദ്യം നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചെയ്യുന്നുണ്ട് ആദ്യം ഇത് നിനക്ക് തരാം ഫയലാന്ന് പറഞ്ഞിട്ട്, നിനക്ക് എന്താ പറ്റി, നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനും അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഓക്കേടാ. അല്ല ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ തുടങ്ങാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആദ്യമാണെങ്കിൽ അവളെ കൈ പിടിച്ചിട്ട് റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ട പറയണ്ടായിരുന്ന രീതിയിൽ. എന്താ പറയാൻ വന്നേ? ഒന്നില്ലടാ, ഞാനിന്ന് കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പോകുന്നത്, എനിക്കാണെങ്കിൽ പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ക്രിറ്റിക്കലായിട്ട് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വരാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യമാണ് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ എന്താ നിനക്ക് പറ്റിയേ? ഒന്നും പറ്റിയില്ല അച്ഛാ, കുഞ്ഞു കുറേ നാളായിട്ട് പറയുന്നത് ഡോഗിനെ വാങ്ങണമെന്ന്. നമുക്ക് എന്തായാലും വാങ്ങിച്ചാലോ അച്ഛാ, എന്താ അച്ഛൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണമല്ല 4-5 വാങ്ങാലോ അച്ഛാ എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ തലയിൽ വില എന്തെങ്കിലും എടുത്തി വീണോളാ, എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അച്ഛനാണ് ചിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നില്ലച്ചാ എന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നുണ്ട്. അല്ല നിനക്ക് ഡോഗിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവളും പറഞ്ഞിട്ട് വാങ്ങാത്തെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവൻ പറഞ്ഞു അത് പണ്ടല്ലേ, എനിക്കിപ്പോഴാണെങ്കിൽ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കൊരു ഇഷ്ടക്കുറവില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ആദ്യം അതും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നല്ല കിചിച്ചു, മനുഷ്യനല്ല അച്ഛാ മാറ്റങ്ങളില്ലാണ്ടിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി തുള്ളിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ കയറി വന്നിട്ട് ഒരു പേപ്പറും അതുപോലെ പേനയും എടുത്തിട്ട് വെച്ചിട്ട് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്. അവൾ ആരാ, അവൾക്ക് എന്താ കറക്റ്റായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഇവളുടെ കറക്റ്റ് സ്ഥലം എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കറക്റ്റ് റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആദ്യം.
പുള്ളി വലിയ കാൽക്കുലേഷനിലാണ് ഇരിക്കുന്നത്. അവളെങ്ങനെ വളയ്ക്കും എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. ആ ഒരു ചർച്ചയെ വെച്ചിട്ടാണ് നമ്മുടെ ആദിക്ക് പഴയ ഓൾഡ് മെമ്മറീസ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മീരയുടെ പേര് അവന് ഓർമ്മ വന്നതെന്നൊക്കെ ഓർത്ത് കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റിലാണ് പുള്ളി വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ ആദിയിൽ നിന്നിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയി ഇപ്പോഴുള്ള ആദ്യത്തെ പഴയ ആദ്യയിലേക്ക് തന്നെ തിരിച്ചു വന്നതിനെ നമുക്ക് പറയാം. ഞാനിപ്പോൾ തപ്പി പോയില്ലെങ്കിൽ അവളെന്തായാലും ഇങ്ങോട്ട് തപ്പി വരുമല്ലോ. ഞങ്ങളുടെ ഡെസ്റ്റിനി എന്തായാലും ഞങ്ങൾ ഒന്നിക്കാനുള്ളതില്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ത്രില്ലിൽ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കുഞ്ചുസാണെങ്കിൽ ഓടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമാണെങ്കിൽ ഇവൻ വരച്ചിരുന്ന സാധനങ്ങളൊക്കെ പിടിച്ച് മാറ്റാനുള്ള ധൃതിയിലായിരുന്നു. ചേട്ടാ താങ്ക് യു ചേട്ടാ, എനിക്കൊരു കുഞ്ഞു പപ്പീനെ മേടിച്ചു തരുമോ? ഓ പിന്നെന്താ വാങ്ങിക്കാമല്ലോ, നമുക്ക് കുഞ്ഞല്ല, നമുക്ക് 4-5 എണ്ണത്തിന് വാങ്ങാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമാണെങ്കിൽ നല്ല രീതിക്ക് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ സെറ്റ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ആദ്യം തന്നെ കൂടുതൽ സെറ്റാക്കിയിട്ട് ബാക്കി നമുക്ക് 3 പേർക്ക് കൂടിയിട്ട് പടികുട്ടികളെ വാങ്ങാൻ പോവാം. ശരി ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ ഇവരുടെ നല്ല രീതിക്ക് ആദ്യമാണെങ്കിൽ അത്രയ്ക്കും സൂപ്പറായിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും ശരി ചേട്ടാ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവളും തുള്ളി ചാടുന്നുണ്ടായിരുന്നു. ശരി ഇതൊക്കെ മതി, ഇങ്ങനെ പോയി പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യം കൊച്ചിനെ പഠിപ്പിക്കാൻ വിടുന്നുണ്ടായിരുന്നു. നമ്മുടെ ആദ്യമാണെങ്കിൽ ബാൽക്കണിയിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ കാറ്റും ആസ്വദിച്ച് നക്ഷത്രങ്ങളും അങ്ങനെയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ആദ്യം ഇങ്ങനെ ചിന്തിക്കുന്നത്, ഹോസ്പിറ്റലിൽ ഇരുന്ന ടൈമിൽ ആദ്യം നമ്മുടെ ചർച്ച ആലോചിച്ചുകൊണ്ടായിരുന്നല്ലോ അവിടേക്ക് അങ്ങ് പോയെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നാൽ ചർച്ച ആലോചിച്ചുകൊണ്ടല്ലോ ഞാൻ അവിടെ പോയി, ഇനിയിപ്പം ഞാൻ അവളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവളുടെ അടുത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ഇവളിങ്ങനെ കണ്ണടച്ചിട്ട് ബൾബ് അടിച്ച് കിട്ടിയതിൻ്റെ ഹാപ്പിയിലാണ് നമ്മുടെ ആദ്യം കിടന്നിട്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഒരു നെടുവേർപ്പിട്ടിട്ടുകൊണ്ട് എൻ്റെ പൊന്നു കോടെ കത്തിച്ചേക്കണേ മിന്നിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചിട്ട് നമ്മുടെ മീരയുടെ ഫേസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കണ്ണ് തുറന്നപ്പോൾ അവനാണെങ്കിൽ ഒരു റൂമിലാണ് വന്നെത്തിയത്. ഓ ഇതാണല്ലേ മീരയുടെ റൂം, ഇപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് റൂം കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ ടേബിളിൻ്റെ അടുത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത്. അപ്പോഴേക്കാണ് ഇവനെങ്ങോട്ടൊക്കെ ഓടും എന്നുള്ളൊരു പിടുത്തക്കെട്ട് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ശക്തി ഇന്ന് പോലും പുള്ളിക്കാരൻ മറന്നു എന്ന് നമുക്ക് പറയാം. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കർട്ടൻ്റെ അടിയിൽ ചെന്ന് വിളിക്കാൻ നോക്കുന്നു. പക്ഷേ കർട്ടൻ കുറച്ച് കുഞ്ഞായതുകൊണ്ട് അതിലെ കാലി കാണുന്നതുകൊണ്ട് അവനാണെങ്കിൽ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ പോയി വിളിക്കുന്നുണ്ടായിരുന്നു. ഓ എൻ്റെ അമ്മയെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷെടാ മുഖം കാണാൻ പറ്റിയില്ലല്ലോ എന്നാണ് ഉള്ളിയിലിത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ അവൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ നേരെ കുളിക്കാൻ ബാത്റൂമിൽ കയറി തക്കം നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ ആദ്യം കട്ടിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ്. ഓ രക്ഷപ്പെട്ടു, ഇവൾക്ക് ഇതിൻ്റെ അടിയിൽ എന്തിട്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്നു. എൻ്റെ പൊന്നു ഇതൊരു പണിൻ്റെ അടി കയറാൻ വേണ്ടി ഇവൾക്കാണെങ്കിൽ ഇതൊന്ന് പൊക്കി പണിതൂടെ, ചൂടെടുത്തിട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഒരു കള്ളച്ചിരി തിരിച്ചിട്ടാണെങ്കിൽ ബാത്റൂമിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നുണ്ടായിരുന്നത്. ആദ്യം ഇതെന്താണോ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തലക്കിട്ടൊരു കൊട്ടും കൊടുത്തിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ചുറ്റൊക്കെ ഇങ്ങനെ കയറി റൂമിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആദ്യമാണെങ്കിൽ പെട്ടെന്ന് ടെലിപ്പോർട്ടായി. മീരയാണെങ്കിൽ റൂമിൽ വന്നപ്പോൾ ചുറ്റിൽ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. ആരോ വന്നത് പോലും എന്തൊക്കെയാണ് അവൾ ആലോചിച്ച് വിടുന്നു. പിന്നെ വിചാരിച്ചിട്ട് അവളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട അങ്ങ് വിട്ടു പോകുന്നുണ്ടായിരുന്നു. ആദ്യമാണെങ്കിൽ നേരെ ടെലിപ്പോർട്ട് ചെയ്ത് വന്നത് ഈ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലേക്കായിരുന്നു. പുള്ളിക്കാരനെ കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ടാണെങ്കിൽ മണ്ട നല്ല രീതിക്ക് അടിച്ചായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദമേ കേട്ടുള്ളൂ അവിടെ. ആദ്യം കേട്ടതാണ് നമ്മുടെ അനിയനാണെങ്കിൽ ആ ടേബിളിൽ ഇരുന്ന് പഴകിയായിരുന്നു. ഇത് കേട്ടത് അവർ രണ്ടുപേരും അടിയിലേക്ക് എത്തിച്ചു നോക്കി. നമ്മൾ ആദ്യമാണെങ്കിൽ നല്ല ബൾബ് ചിരി അങ്ങ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം നീ എന്താണ് ഇതിൻ്റെ അടിയിലേ? നമ്മുടെ ആദ്യമാണെങ്കിൽ ടെലിപ്പോർട്ട് വന്ന ഏത് ടൈമിൽ കൈ കുത്തിയ സമയത്ത് ഒരു ചെറിയൊരു സ്ക്രൂ അവൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു. അമ്മ ഈ സ്ക്രൂ ഞാൻ എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെട്ട് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി നീ എന്തായാലും ആ തല മുട്ടാണ്ട് ഇന്നിട്ട് എനിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ
തീർച്ചയായിട്ടും ഈ സ്ക്രൂ ഞാൻ എടുക്കാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ക്യൂട്ട് റിയാക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞിട്ട് ഒറ്റ റൂമിലേക്ക് ഇട്ടുപോയത്. എന്തിൻ്റെ സ്ക്രൂ ആണോ എന്തോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പെറുപിറുക്കുന്നുണ്ട്. അതവൻ്റെ തല നിറങ്ങി പോയത് വല്ല സ്ക്രൂ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു. അമ്മ ഈ ഏട്ടന് കുറച്ച് ദിവസമായിട്ട് എന്തോ സംതിങ് റോങ് ഫീൽ അടിക്കുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് 3 പേരും അതേ ഇത് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ ചെന്ന് ആരെയാണെങ്കിൽ അയ്യോ എൻ്റെ അമ്മേ എനിക്ക് വട്ടാണെന്ന് നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവുക. അയ്യോ ഇട്ട് റിപ്പോർട്ട് ചെയ്ത് എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ആകെ നാണം കേട്ട് ഇതാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സീൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സറങ്കേ വിജയ